അങ്ങനെ പർച്ചേസും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി അടുത്ത പരിപാടിക്ക് വേണ്ടി റെഡിയായി. വൈകിട്ട് നമുക്കൊരു ആദർബാൻ ഉണ്ടായിരുന്നു കസൻ ചേട്ടന്റെ കുട്ടിയുടെ. ഞാനും അമ്മച്ചിയും കൂടി ആട്ടോ പോകുന്നത്. ജെറി ഞങ്ങളെ ആക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ അവിടെ എത്തിയപ്പോൾ കുർബാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കസൻ ചേട്ടന്റെ കുട്ടിയുടെ മാത്രമായിട്ടുള്ള ആദർബാനയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ അമ്മയുടെ സൈഡ് ആൾക്കാരാണ്. ബൈ ദ ബൈ ഇതാണ് നമ്മുടെ ഇന്നത്തെ മാലാക്കുട്ടി ഇവാനിയ. നല്ല രസമില്ലേ കാണാൻ. അങ്ങനെ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് പോയി. തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ഹാൾ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്കും സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സ്റ്റാർട്ടേഴ്സ് ഒക്കെ എടുത്തിട്ട് ഒരു മൂലയ്ക്ക് പോയിരുന്നു കഴിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഹോൾ നിറച്ചു ആൾക്കാരായി. പിന്നെ സ്റ്റേജിൽ പരിപാടി തുടങ്ങി. അവിടെ കേക്ക് കട്ടിംഗ് ആയി, തിരികത്തിക്കലായി, അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി കൊടുക്കലായി. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ആന്റിമാരും അങ്കിൾമാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത ചടങ്ങിലേക്ക് കിടക്കാന്ന് വിചാരിച്ചു. എന്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുക, ഫോട്ടോ എടുക്കുക. അപ്പൊ ഞാനും അപ്പനും കൂടി ആദ്യമേ കയറി. അതിന്റെ പുറകെ ആന്റിമാരും അങ്കിൾമാരും ഓരോരുത്തരായിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. അമ്മ എന്താ വരാത്തെന്നുള്ള ചോദ്യമാണ് ചേച്ചി ചോദിച്ചത്. ഞാൻ പറഞ്ഞു പപ്പ കൈവീശി ഒരെണ്ണം കൊടുത്തു, അതുകൊണ്ട് പണപ്പല്ല് പോയി ഇരിപ്പാണ്. ആക്ച്വലി അമ്മയ്ക്ക് പല്ലിൽ സ്റ്റിച്ച് ഇട്ടേക്കണ കാരണമാണ് വരാൻ പറ്റാഞ്ഞത്. അങ്ങനെ സ്റ്റേജ് നിറഞ്ഞു. ഇതിന്റെ ക്യാമറാമാൻ എങ്ങനെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാട്ടോ. ഇപ്പൊ ഈ ഫ്രെയിമിൽ കാണുന്നതാട്ടോ എന്റെ അമ്മയുടെ ഫാമിലി. ഒരു അങ്കിളും കൂടി ഉണ്ട്. അങ്കിൾ എത്തിയപ്പോഴത്തേക്കും ലേറ്റ് ആയി പോയി.